ഹായ് എവരി വൺ, ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. അതുപോലെ തന്നെ ലോങ് വീഡിയോ. നമ്മൾ കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇഷയിലേക്ക് പോയ ഒരു വീഡിയോ ആണിത്. ഇതിൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇഷയിലേക്ക് പോയാണിത്. നമ്മൾ ഏകദേശം രാവിലെ 6:30 ആയപ്പോൾ പോയി. ഏകദേശം 11:30 ഒക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തുന്ന രീതിയിലാണ് പോയത്. അങ്ങനെ കുറച്ച് നേരം ട്രെയിനിനുള്ളിലെ കാഴ്ചകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഞാനും എല്ലാവരും കൂടിയായിരുന്നു പോയത്. നമ്മളൊരു ഏകദേശം 11 o'clock ഒക്കെ ആയപ്പോൾ കോയമ്പത്തൂരെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 2:30-3 മണിയായി. നമ്മൾ അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയത് നേരെ ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു. അല്ലെങ്കിൽ ലഗേജ് വെച്ചിട്ട് നേരെ പോന്നാലും മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം നമ്മൾ ഇറങ്ങി റെഡിയായി ഒക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 5:30 റേഞ്ചായി. കാരണം ഇപ്പം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ച് പോയത് കാരണം നമുക്ക് കുറച്ച് ഡേ ടൈമായിട്ട് അവിടെ കിട്ടിയുള്ളൂ എന്നൊരു പോരായ്മ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പിന്നെ കിട്ടിയ സമയം മാക്സിമം എൻജോയ് ചെയ്ത് നമ്മൾ പോയി. പിന്നെ അത് മാത്രമല്ല, ഇതിനുള്ളിലേക്ക് ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഓട്ടോ അത്യാവശ്യം പൈസയൊക്കെ ആവുന്ന രീതിയിലാണ് ഓട്ടോക്കാർ ചോദിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഷെയർ ഓട്ടോ ആയിരുന്നു. നമ്മൾ ഇത്രയും ലോങ് ആയതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. ട്രെയിനിലാവുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് പോവുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ പോരാതെ ട്രെയിനിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് ഇഷേൻ്റെ സ്റ്റാച്ചു കാണുന്ന രീതിയിലുള്ളൊരു സ്ഥലത്തെത്തി. അങ്ങനെ കുറേ മൊമെൻറ്റ്സ് ഞാനിങ്ങനെ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം നടന്ന സമയത്ത് കുറച്ച് കാളകളെയും ഒക്കെ അങ്ങനെ കെട്ടിയിട്ടേക്കുന്നൊരു സ്ഥലം കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. കുറേ ആളുകൾക്ക് പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് പിന്നീട് സൺസെറ്റ് ആവാറായെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്ന ശേഷം നിറയെ അയ്യപ്പന്മാരും ഉണ്ടായിരുന്നു. ശബരിമല സീസൺ സമയത്തായിരുന്നു നമ്മൾ പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം അയ്യപ്പന്മാരും ഒക്കെ ഉള്ളൊരു സമയം, ഡിസംബർ മാസമായതുകൊണ്ട് നല്ലൊരു തണുപ്പും ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയിലായിരുന്നു നമ്മൾ പോയത്. അങ്ങനെ എന്തായാലും ഏകദേശം നമ്മളൊരു 1.5-3 മണിക്കൂറോളം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കുറച്ച് നേരം അവിടെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ കയറിപ്പോകുന്നൊരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് എടുത്ത വീഡിയോസാണ് ഇത് രണ്ടും. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെയൊക്കെ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഒക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇഷേൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ളൊരു വ്യൂ ആണ് ഇനി അടുത്തത്. ഞാനിങ്ങനെ ചുറ്റി തൊഴുത് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആണ് ബാക്ക് സൈഡിൽ നല്ല റോഡും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോഴൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇതിനകത്തൂടെ ബസ്സൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം അത് ഇപ്പോഴാണ് ഞാൻ കണ്ടത് ശരിക്കും. അങ്ങനെ ബസ് സർവീസൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി, അബദ്ധം പറ്റിയെന്ന് മനസ്സിലായെങ്കിലും നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ കണ്ട് കേട്ട് വരുമായിരുന്നു. അങ്ങനെ കുറേ നേരം വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് എനിക്ക് കുറേ ആഗ്രഹിച്ച് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറേ പ്രാവശ്യം ഒരേ വീഡിയോ തന്നെയാണ് എടുത്തേക്കുന്നത്. ശിവൻ്റെ പല സൈഡിൽ നിന്നും പല ആംഗിളിൽ നിന്നും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോസ്. അതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോറടിക്കുന്നുണ്ടേ ക്ഷമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാളകളെ കെട്ടിയിരിക്കുന്ന കണ്ടെന്ന്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ കാളവണ്ടികളുണ്ട്. അതായത് ധ്യാനലിംഗം, അതായത് നമ്മൾ ഈ കാണുന്ന ഇഷയുടെ ആദിയോഗിയുടെ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്നും ധ്യാനലിംഗം നടക്കുന്ന ധ്യാന കേന്ദ്രമുണ്ട്. ആ ഭാഗത്തേക്കുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഈ കാളവണ്ടിയിൽ പോകാം. ഒരാൾക്ക് 10 രൂപ നിരക്കിൽ അങ്ങനെ എന്തോ ഒരു റേഞ്ചിലാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് കാളവണ്ടിയിൽ കയറി പോകാം. പക്ഷേ കാളവണ്ടിയിലെന്ന് പറഞ്ഞാൽ 10-12 ആളോളം ആയിക്കഴിഞ്ഞിട്ടാണ് ഓരോ കാളവണ്ടി എടുക്കുന്നത്. കാള അത്യാവശ്യം മെല്ലെയാണ് പോകുന്നത്. കാരണം ഇത്രയും ഭാരം വലിച്ച് പോകുന്നതല്ലേ. അതുകൊണ്ട് തന്നെ കാള അത്യാവശ്യം മെല്ലെയാണ് പോകുന്നത്. നമുക്ക് പിന്നെ തോന്നി നടന്നു പോയാൽ മതിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ അവിടെ വരെ നടന്നു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കാളവണ്ടി യൂസ് ചെയ്യായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കാളവണ്ടി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്, നമ്മളെന്തിനാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്, കാരണം എത്രയായാലും ഒരു മൃഗത്തിനെ നമ്മൾ വേദനിപ്പിക്കുമല്ലേ എന്നൊക്കെ ആൾ പറയുന്നുണ്ട്. ശരിയാണ് സംഭവം. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നടന്നു പോയാൽ മതി എന്ന് തോന്നിയതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോകുന്നവരെല്ലാം കാളവണ്ടിയേക്കാൾ സ്പീഡിൽ നടന്നു പോകുന്നവരുടെ സ്പീഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും.
അത്യാവശ്യം സ്പീഡിലാണ് നടന്നെല്ലാവരും പോകുന്നത്. കാളവണ്ടി വളരെ സ്ലോ ആയിട്ടാണ് പൊയ്ക്കൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ധ്യാനലിംഗത്തിൻ്റെ അവിടെ പോയി. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഇഷയുടെ ആദിയോഗിയുടെ ആ ഒരു വിഗ്രഹത്തിന് മുന്നിലെത്തി. അവിടെ ഒരു 7 മണിയൊക്കെ ആയപ്പം 7 മണി 7:30 എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല, അവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം ഈ ലൈറ്റ് ഷോയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദിയോഗിയെക്കുറിച്ചും അത് എന്താണെന്നും അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു കഥയാണ് പറയുന്നത്. അതിൻ്റെ ഓഡിയോ ഞാൻ ആഡ് ചെയ്താൽ ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂ കാര്യങ്ങളോ എന്തെങ്കിലും വരുമോ എന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരുടെയും മൊബൈലിൽ ഒരേ ദൃശ്യങ്ങൾ. ആ ഓരോ ലൈറ്റ് തെളിയുമ്പോഴും ആ സ്റ്റോറി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റോറിയും, അതിൻ്റെ താഴെ ഒരു പൂജാമണ്ഡപം പോലൊരു സ്ഥലമുണ്ട്. അവിടെ പൂജയും ദീപാരാധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതും ഒക്കെ കൂടെ ആയപ്പോൾ തികച്ചും ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു തോന്നിയത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ പൂജ നടക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ആരതിയും ദീപാരാധനയും പൂജയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ കണ്ട് ഈ ആരതി ഒഴിഞ്ഞ ശേഷം നമ്മുടെ സദസ്സിന് നേരെ ദീപം ഇതാക്കുന്നുണ്ട്, നമുക്കിങ്ങനെ വണങ്ങാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ കുറേ നേരം നമ്മളതൊക്കെ കണ്ട് കേട്ട് നിന്നു. അങ്ങനെ ഏകദേശം നമ്മൾ അവിടുത്തെ ലൈറ്റ് ഷോ ഒക്കെ ഫിനിഷായിട്ട് നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പം ഇതുപോലെ യാത്രാ വീഡിയോകളായിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.